ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ബ്ലോഗ്. സോ എന്നാണെങ്കിൽ ഇന്നലെ ഞങ്ങൾ പോയിട്ട് വന്നിട്ട് ഞാൻ ലേറ്റ് ആയി. അത് കഴിഞ്ഞിട്ട് നമ്മൾ കിടന്ന് ഉറങ്ങി. അത് പറഞ്ഞാൽ ഇന്നിപ്പോൾ രാവിലെ എഴുന്നേറ്റ് വർക്ക് ഫ്രം ഹോം ആയിരുന്നു. ആസ് യൂഷ്വൽ ജോലി തന്നെയായിരുന്നു. ജോലി കഴിഞ്ഞേ ഉള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ എന്നാൽ ഒരു കാര്യം ചെയ്യാം. ഇപ്പോൾ രാത്രിയായി കേട്ടോ. സത്യം പറഞ്ഞാൽ ഇപ്പോൾ രാത്രി 8 മണിയായി. പക്ഷെ കണ്ടപ്പുറത്തില്ല, ഞാൻ പുറത്ത് കാണിച്ചില്ല. കണ്ടപ്പുറത്തില്ല, ഇപ്പോൾ ഒരു 8 മണിയായിട്ടുണ്ട് രാത്രി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് ഓക്കെ നമ്മളിപ്പം നൈസായിട്ട് കുറച്ച് ഫിഷ് കറി ഉണ്ടാക്കി അവളെ ഒന്ന് സർപ്രൈസ് ചെയ്യാം എന്ന് വിചാരിച്ചു. കാരണം നിങ്ങൾക്കൊരു കാര്യം അറിയാം, എനിക്കാണെങ്കിൽ ഒരു വക ഉണ്ടാക്കാറില്ല. ഞാൻ ദുബായി നിൽക്കുന്ന സമയത്താണെങ്കിൽ എന്നെ അവിടെ ഒരു ഉള്ളി അരിയാനും പാത്രം കഴുകാനും ഈ 2 കാര്യം എനിക്ക് അറിയത്തുള്ളായിരുന്നു. ഉള്ളി അരിയാൻ പോലും എനിക്ക് അറിയത്തില്ലായിരുന്നു. അത് തന്നെ എന്താ പറയാ, അരിഞ്ഞിടുമ്പോഴത്തേക്ക് അവന്മാർ എന്നെ ചെയ്ത് വിളിക്കുക. എൻ്റെ റൂമിലുള്ള ഫ്രണ്ട്സ് ഉണ്ട്, അവർ പറയുന്നത് എന്തുകൂടെ നീ കാണിക്കുന്നു ചോദിക്കും. അപ്പം ഞാൻ ആകെ പാത്രം കഴുത്തുള്ളായിരുന്നു. പക്ഷേ UK എത്തിയതിനു ശേഷം നമ്മളിവിടെ ഫുഡ് ഉണ്ടാക്കാൻ പഠിച്ചു പോകും, അല്ലെങ്കിൽ നമ്മുടെ ഗതികേണ്ടം പഠിച്ചു പോകും. അപ്പൊ അങ്ങനെ ഞാൻ സത്യം പറഞ്ഞാൽ പിന്നെ ഇവളും കുറെ ഇപ്പൊ 2 ഹസ്ബൻഡ് വൈഫ് അങ്ങനെ ആകുമ്പോൾ നമ്മൾ കുറച്ച് പ്രിപ്പയർ ചെയ്യണം, നമ്മൾ കുറച്ച് ഫുഡ് ഉണ്ടാക്കാൻ പഠിക്കണം. സത്യം പറഞ്ഞാൽ എനിക്കാണെങ്കിൽ ഒന്നും അറിയില്ല, എന്നും എനിക്ക് വഴക്ക് കിട്ടുമായിരുന്നു. ഞാൻ ഒന്നും ഉണ്ടാക്കത്തില്ലായിരുന്നു. ഒന്നാമത് തന്നെ എനിക്ക് മടി, പിന്നെ ആണെങ്കിൽ ഒരു ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു. പിന്നെ ഞാൻ എന്നോട് പറ്റുന്ന പണിയല്ല എന്നുള്ള സ്കീമിലൊക്കെ നടന്നു. പക്ഷെ ഒരു ദിവസം ഞാനിങ്ങനെ നൈസായിട്ട് ഒരു ഫിഷ് കറിയും പിന്നെ ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കിയപ്പോൾ സംഭവം വലിയ കുഴപ്പമില്ലല്ലോ, ആ ഒരു ഇത് കിട്ടിയാട്ടാ. അങ്ങനെ ഞാൻ പതുക്കെ ഉണ്ടാക്കി. അങ്ങനെയാണ് ഇപ്പം സത്യം പറഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്തത്. ഇവിടെ നമുക്ക് ഫിഷിങ് 3 വൈൽഡ് പിങ്ക് സാൽമൺ ഫില്ലറ്റ് ആണ്. അതുകൊണ്ട് ഈ ഒരു ടൈപ്പിലാണ് കിട്ടുന്നത്. ഇങ്ങനെയാണ് കിട്ടുന്നത്. നമുക്ക് ഇങ്ങനെ ഫ്രോസൺ ആയിരിക്കും കിട്ടുന്നത്. നമ്മളിത് എടുത്തിട്ട് വേണം ഇനി ഇത് സെറ്റ് ചെയ്യണം. അപ്പം ഞാൻ ഇത് ഫുൾ അരിഞ്ഞ് റെഡിയാക്കാം. അതായത് ഞാനിപ്പോൾ വ്ളോഗ് അപ്ലോഡ് ചെയ്യാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഇന്ത്യൻ ടൈം രാവിലെ 8 മണിയാണ്. രാവിലെ 8 മണിയാകുമ്പോഴത്തേക്ക് വ്ളോഗ് എന്നും ഉണ്ടാവും. നിങ്ങൾക്കറിയാം, ഞാൻ വ്ളോഗ് ചെയ്യാൻ തുടങ്ങിയ കാലത്തോളം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വ്ളോഗ് ചെയ്തില്ല. കുറച്ചാൾ ചെയ്യും, പിന്നെ എനിക്ക് മടിയടിക്കും, പിന്നെ ഞാനത് നിർത്തും. അതായത് കൺസിസ്റ്റൻസി ഒരു സംഭവമില്ല. ഇതിപ്പോൾ ഞാൻ വിചാരിച്ചു ഡോക്യുമെന്റ് ചെയ്യാം. ലൈക്ക് എന്താ പറയാ, ഒരു ഡോക്യുമെന്റേഷൻ പോലെ നമ്മുടെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ ചുമ്മാ ഇങ്ങനെ കഥയൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കാം. പിന്നെ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ UK ലൈഫാണ് ഭയങ്കര ബോറിംഗ് ആണ്, ഉള്ള കാര്യം പറയാം. ലൈക്ക് ഫുൾ ടൈം നമ്മൾ റൂമിൽ തന്നെയാണ്. എന്നെ സംബന്ധിച്ച് ഒരു സോഷ്യലി നമ്മൾ ആരുമായിട്ടൊരു ഇന്ററാക്റ്റും ചെയ്യുന്നില്ല. ഇപ്പൊ നമ്മൾ പള്ളിയിലൊക്കെ പോകുമ്പോൾ കുറച്ച് ആൾക്കാരെ കാണും, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും കമ്മ്യൂണിറ്റി ഇവന്റിലൊക്കെ പോകുമ്പോൾ കാണും. അല്ലാണ്ട് നമുക്ക് എന്താ പറയാ, ആ ഒരു ദുബായിയുടെ ഒരു ലൈഫ് എനിക്ക് UK കിട്ടിയിട്ടില്ല, ഉള്ള കാര്യമാണ്. ദുബായിയുടെ ആണെങ്കിൽ പുറത്തോട്ടിറങ്ങി അങ്ങോട്ടിറങ്ങിയ ഫ്രണ്ട്സ്, ഇങ്ങോട്ടിറങ്ങിയ കൂട്ടുകാർ, നമ്മളൊരു സർക്കിളിനകത്തായിരിക്കും. നമുക്ക് എന്തെങ്കിലും ഒരു വീക്കെൻഡ് ഒക്കെ ആകുമ്പോൾ നമുക്കൊരു ഗെറ്റ് ടുഗദർ അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ട്. ഇവിടെ സത്യം പറഞ്ഞാൽ അങ്ങനത്തെ ഒരു പരിപാടിയില്ല. ഇവിടെ അങ്ങനത്തെ ഒരു സംഭവമില്ല. കാരണം ഇവിടെ ആരെയും കുറ്റം പറയാൻ പറ്റത്തില്ല. കാരണം എല്ലാവരും അവരുടേതായ ലൈഫിന്റെ എന്താ പറയാ പുറകെ ഓടിക്കൊണ്ടിരിക്കുക. UK എത്തുമ്പോൾ തന്നെ ബാധ്യതകൾ കൂടും, പിന്നെ ആ ബാധ്യതകൾ തീർക്കാൻ ഓടും. അപ്പോഴത്തേക്ക് വിസ തീരും, വിസ എടുക്കാനുള്ള പൈസ. അപ്പൊ ആ വിസ എടുത്തതിന് ശേഷം പിന്നെ വിസ എടുത്തതിന്റെ പൈസ കിട്ടും. അപ്പോഴത്തേക്ക് നമുക്ക് അടുത്ത പ്രശ്നം വരും നാട്ടില്. അങ്ങനെയാണ് ഇവിടുത്തെ ആൾക്കാർ ഒരു ലൈഫ് സ്റ്റൈൽ ഞാൻ നോക്കിയിട്ട്. പിന്നെ രക്ഷപ്പെടുന്നവരുണ്ട്, പിന്നെ ഒരു മീഡിയം ലെവലിൽ നിൽക്കുന്നവരുണ്ട്. അങ്ങനെ പല ടൈപ്പ് ആൾക്കാരുണ്ട്. ഞാൻ പല ടൈപ്പ് ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു ദുബായാണ് ഫാർ ബെറ്റർ കമ്പയർ. എന്റെ ഇത് വെച്ചിട്ട് എനിക്ക് തോന്നുന്നു, എന്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. നിങ്ങൾക്കുണ്ടാവും ഒപ്പീനിയൻസ് ഒക്കെ, എല്ലാവർക്കും ഉണ്ടല്ലോ ഇല്ല. അപ്പൊ നമുക്ക് എന്തായാലും സംഭവം റെഡിയാക്കാം. നമ്മൾ ഫിഷ് കറി ഉണ്ടാക്കാൻ പോകണം. മീൻകറി ഉണ്ടാക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തിട്ട് നടക്കും തോന്നുന്നില്ല. കാരണം ആ ഹലമ്പായിരുന്നു. മീൻകറി ആണെങ്കിൽ അത് ഞാൻ കട്ടി തമ്പഴത്തേക്ക് പൊടിഞ്ഞു പോകുന്നു. പുല്ലാണെങ്കിൽ പഴയതാന്ന് തോന്നുന്നു, കുറച്ച് പഴകിയിട്ടുണ്ട്. അതായത് ഇതൊക്കെ ഫ്രോസൺ ആയിട്ട് ഇരിക്കുന്നില്ലേ, ഫ്രീസറിനകത്ത് ഇരിക്കുന്നത്, എത്ര വർഷമായിട്ട് ഇരിക്കുന്നതായിരിക്കാം കർത്താന്ന് അറിയാം. അപ്പൊ ഞാനിപ്പോ ഇത് കയറി വന്ന് സെറ്റ് ആക്കിപ്പോയിട്ട് തൊലഞ്ഞു. കാണിച്ചു തരാം, നോക്കിയോ. ഈ ഒരു അവസ്ഥയിൽ എടുത്തിട്ടുണ്ട്. ഞാൻ കൊണ്ട് പ്ലാൻ മാറ്റി ഞാൻ നേരെ മുട്ടക്കറിയിലോട്ട് പോവാണ്. ഇനി മുട്ടക്കറി ഉണ്ടാക്കാന്ന് വെച്ചു. ഇത് എന്നെ കൊണ്ട് നടക്കും തോന്നുന്നു. കാരണം ഇത് പൊടിഞ്ഞ്, സത്യം പറഞ്ഞാണ്ട് ഇതങ്ങ് ഉണ്ടാവും. ഇത് പൊടിഞ്ഞ്, ഇത് ഇനിയിപ്പോ മീൻകറി ഇത് കൊള്ളത്തില്ല, പന്നലായി. ഇത് ഉണ്ടാക്കിയിട്ടും കാര്യമില്ല. നമ്മളിപ്പോ ഉണ്ടാക്കുമ്പോ എന്തെങ്കിലും വൃത്തിക്ക് ഉണ്ടാക്കി കഴിക്കണ്ടേ. മുട്ടയുടെ തോരൻ സെറ്റ് പരിപാടി മാറ്റി ചേട്ടാ. ഉള്ളി തക്കാളി അങ്ങോട്ട് വാരിയിടുക, അങ്ങോട്ട് വയറ്റി കഴിഞ്ഞ് അങ്ങോട്ട് നേരെ കുറച്ച് ഉപ്പും മുളകും വാരിയിട്ടിട്ട് സെറ്റ്, അങ്ങോട്ട് അവസാനം മുട്ട അങ്ങോട്ട് പൊട്ടിച്ചെടുക്കുക. സംഭവം റെഡി, കലാസ്. മറ്റേ മീൻകറി ഇതൊക്കെ തന്നെ വലിയ വാടൊന്നുമില്ല. സത്യം പിന്നെ എന്താ പറയാ, സത്യം പിന്നെ ഉണ്ടാക്കാൻ അറിയാത്ത ഞാനാണെങ്കിൽ ഉണ്ടാക്കി തുടങ്ങിയാണ് ഭയങ്കര സ്പീഡിൽ ഉണ്ടാക്കുന്നത്. അതൊരു ഞാൻ വെരി 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 പ്രൗഡ്. എന്നെ പോലെ മീൻകറിയും ഒക്കെ ഉണ്ടാക്കാൻ ഞാൻ വെച്ചിരിക്കുന്ന ബാച്ചിലർ ലൈഫിൽ ഒരു മാങ്ങാത്തൊലി അല്ല ഉണ്ടാക്കാൻ അറിയാതെ അവസാനം കല്യാണം കഴിച്ചിട്ട് എല്ലാം പഠിച്ച ആൾക്കാരൊക്കെ ഉണ്ടാവും. അവർക്കിത് റിലേറ്റ് ചെയ്യാൻ പറ്റും. എനിക്കൊക്കെ ഉണ്ടല്ലോ ഒരു വക അറിയത്തില്ലായിരുന്നു. ഞാനൊക്കെ ആണെങ്കിൽ ABCD അറിയത്തില്ല. എനിക്ക് ഉള്ളി കാണുന്ന തന്നെ കഴിയായിരുന്നു. ഫുഡ് കഴിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്, പക്ഷെ ഉണ്ടാക്കാൻ താല്പര്യമില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ ഉണ്ടല്ലോ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. കാരണം എന്താ പറയാ, എന്തൊക്കെയോ ഒരു രസം, എന്തോ ജീവിക്കാൻ തോന്നുന്നു. മോഹൻലാൽ പറയുന്നത് വയറ്റി ഒരു പരുവായിട്ടുണ്ട്. വയറ്റിക്കൊണ്ടിരിക്കും, വയറ്റിൽ ചേർത്ത് കണ്ടില്ല. അങ്ങനെ നമ്മുടെ മുട്ടത്തോരൻ റെഡി ആയിട്ടുണ്ട്. മതി, ഇത് തന്നെ ധാരാളം. ഈ മുട്ടത്തോരനും കൂട്ടി നമ്മളൊരു തട്ടും മോനെ.
നല്ല ചൂട് കാറ്റങ്ങോട്ട് പറക്കുന്നതാണ്. കുറച്ച് ബീഫ് കറി ഫ്രിഡ്ജ് ഇരിപ്പുണ്ട്. അപ്പൊ അതുകൂടെ കൂട്ടിയിട്ട് ഇന്നത്തെ നൈറ്റ് ഡിന്നർ സെറ്റ്. അപ്പൊ കാര്യം കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ, സിമ്പിൾ. ഇപ്പൊ ടൈം കണ്ടു. ഇപ്പൊ ടൈം 9:20 9:20 നമ്മള് നൈറ്റാണ്, രാത്രി 9 ആണ്. നോക്കിയോ, മുറ്റത്തോട്ട് നോക്ക്, പുറത്തോട്ടൊക്കെ നോക്കണ്ട. ഫുള്ള് വൈബ്, ഫുള്ള് സ്കൈ ഒക്കെ കണ്ട വേറെ ലെവല്. ഒന്നും ഒരു സീനും ഇല്ല. നേരം എടുത്ത് 5 മണി ആയ ഒരു ഫീലാ. 6 മണി 7 മണി നമ്മുടെ നാട്ടിലെ ആ ഒരു ഫീലാ. ഇപ്പോഴൊന്നും ഇരുട്ടത്തില്ല. ഇതിന് ഇരുട്ടുമ്പോ എത്ര മണിയാന്ന് കേട്ടോ, ഇതൊരു 11 മണിയാവും. 10:45 11 മണിയാകുമ്പോഴായിരിക്കും ഇത് ഫുൾ നൈറ്റ് ഒരു ഫീൽ കിട്ടുന്നത്. എന്നിട്ട് ഒരു 2 മണിയാകുമ്പോൾ വീണ്ടും നേരം എടുക്കും പുല്ല. അപ്പൊ നമ്മൾ വിചാരിക്കുന്നു കിടന്ന് ഉറങ്ങിയിട്ടുണ്ടാവും, നേരം എടുക്കും. സൂര്യയുടെ ഒരു പടം കണ്ടത് കറുപ്പോ, അതിൽ കണ്ടോടെ ഞാനിപ്പോ സിനിമയൊക്കെ ഉണ്ടല്ലോ, ഒറ്റ സ്ട്രെച്ചിനൊന്നും ഇരുന്ന് കാണത്തില്ല. 2 ദിവസമൊക്കെ ഇരുന്ന സിനിമ കാണുന്നത്, ഒരുമിച്ചിരുന്ന് ഒറ്റയ്ക്ക് ഇരുന്ന് കാണാൻ. ഇപ്പൊ ഉണ്ടല്ലോ, പണ്ടത്തെ പോലെ വീഡിയോ ഒന്നും ഇങ്ങനെ സിനിമ ആയാലും കുറച്ചു നേരം കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് അങ്ങ് എന്താ പറയുക, ബാക്കി നാളെ കാണാം അങ്ങനത്തെ ടെൻഡൻസി ചെയ്യാം. ഒന്നും അങ്ങോട്ട് ഫുൾ അങ്ങോട്ട് മുഴുവനെ കാണാനൊന്നും വയ്യ. എല്ലാം സ്കിപ്പടിച്ച് കണ്ട് ഇപ്പൊ അങ്ങനെ ശീലമായി. ഇപ്പം എന്താ പറയാ, സിനിമ ആയപ്പോൾ 2 ദിവസമൊക്കെ എടുത്തിട്ടാണ് കാണുന്നത്. ചെയ്യാന്ന് പറ അവസ്ഥ. ഞാൻ നീ എന്തേ നോക്കിയിരിക്കുവായിരുന്നു, എവിടാണ് എന്തേ, എത്ര നേരമായി. ഇതിനകത്തുണ്ട്, ഓവനകത്ത് ഇരിപ്പുണ്ട് സാധനം. തുറക്ക്, മാജിക്കാണ്, തുറക്ക്. എടി അത് ചൂട് കിട്ടാൻ വേണ്ടിയാണ് സാധനം പുറത്തെടുത്ത് വെച്ച്. എനിക്ക് തണുപ്പാവും പെട്ടെന്ന്. എടി ഒത്തിരി ഉണ്ടത്, അത് അത്യാവശ്യം ആവശ്യത്തിനുണ്ട്. നീ കഴിച്ചു നോക്ക്, എങ്ങനെ ഉണ്ടെന്ന് നോക്ക്. ടേസ്റ്റ് ഉണ്ടോ? ഞാൻ ഇച്ചിരി എടുത്ത് കഴിച്ചായിരുന്നു, എനിക്ക് ടേസ്റ്റ് തോന്നി. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പിടിച്ച് കഴിച്ചു. ചോറൊക്കെ വറുത്ത്, ചോറ് വറക്കാനോ? അത് ഓൾറെഡി വറുത്ത്, ചോറൊക്കെ സെറ്റാ. അത് കുഴപ്പമില്ല, അത് ഇച്ചിരി ഉള്ളു. ഞാനാണെങ്കിൽ കഷ്ടപ്പെട്ട മീൻകറി മേടി. ഞങ്ങൾക്കൊരു കാര്യം, ഞാൻ മീൻകറിയാണ് ആദ്യം ഉണ്ടാക്കാൻ പോയത്. മീൻകറി പിന്നെ എടുത്ത് കളഞ്ഞ്, അത് മൊത്തം പൊടിഞ്ഞു പോവായിരുന്നു. അതൊരു ഗുണമില്ല. ഞാൻ പിന്നെ എടുത്ത് കളഞ്ഞത്, അത് പൊടിഞ്ഞങ്ങ് പോവായിരുന്നു. വേണ്ട, നമ്മളങ്ങനെ സൈനോട്ട് ചെയ്യാൻ പോയി വ്ളോഗ്. വേണ്ട, ഇന്നത്തെ വ്ളോഗ് കഴിഞ്ഞ് രാവിലെ തൊട്ട് കട്ട ഷൂട്ടായിരുന്നു. ഇന്നാണെങ്കിൽ കണ്ടന്റുകളുടെ അഭിഷേകമായിരുന്നു. എന്തെങ്കിലും കഥ പറയേണ്ടത് വെച്ചിട്ടാണ്. അപ്പൊ നമ്മള് ഇവിടെ വ്ളോഗ് ഇന്ന് ലോഗൗട്ട് ചെയ്യാൻ പോണ്. നമ്മള് ഷാറുഖ് ഖാന്റെ ഒരു പഴയ മൂവിയാണ്. ഇത് ഏതാണ് ഈ മൂവിയുടെ പേര്? മോഹബത്തേനല്ല ഇത്, മോഹബത്തേനല്ല, കോയി മിൽക്ക് കുച്ചു കുച്ചു ഹോത്ത അങ്ങനെ എന്തോ ആണ്. ദിൽ തോ പാഗൽ ഹൈ. മോഹബത്തേൻ കണ്ട് തീർത്ത്, എനിക്ക് ഇഷ്ടപ്പെട്ട്. ദിൽ തോ പാഗലിനെയും കൊള്ളാം കേട്ടാ. ഇതൊക്കെ പണ്ടത്തെ ഭയങ്കര ക്ലാസിക് കൾട്ട് മൂവീസ് ആണോ? ദിൽ ദീവാ. ഇന്നത്തെ വ്ളോഗ് നമ്മൾ സൈൻ ഔട്ട് ചെയ്യാൻ പോവാണ്. അപ്പം നമ്മൾ ഫുഡ് കഴിച്ചോണ്ടിരിക്കുകയാണ്. ഫുൾ ഹാപ്പി ആണ്. ഫുഡെല്ലാം കിട്ടിയ സന്തോഷം, എക്സൈറ്റ്മെന്റ് മുഖത്ത് ഇല്ല. അപ്പൊ അവളാണെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ അവളുടെ ഒരു ഡാൻസ് റീലുണ്ട്, അത് ഇടാൻ വേണ്ടിയുള്ള പ്ലാന്. അപ്പൊ അത് എഡിറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. അപ്പൊ അതൊക്കെ ഉള്ളൂ. അപ്പൊ ഇനി നാളെ, അപ്പൊ പറഞ്ഞ പോലെ 8 മണിയാകുമ്പോൾ നാളെ രാവിലെ 8 മണിക്ക് ഈ വ്ളോഗ് വരുന്നതായിരിക്കും. മറ്റന്നാളും അടുത്ത ഷൂട്ട് വരുന്നത്. അപ്പൊ നാളെ രാവിലെ 8 മണിക്ക് ഈ വ്ളോഗ് വരുന്നതായിരിക്കും. അപ്പൊ നാളെ കാണാം. അതുവരേക്കും പീസ്. ഒന്നുകൂടെ പറയണേ കാഴ്ചപ്പാട്, അതെ ഒന്നുകൂടെ പറയണേ കാഴ്ചപ്പാട്. എന്താ പറ ചുമ്മാ നീ ചുമ്മാ പറയല്ലേ. അങ്ങനെ പറയല്ലോ, അങ്ങനെ പറഞ്ഞ പിന്നെ സ്ഥിരം ഞാൻ ഉണ്ടാക്കേണ്ടി വരും. വല്ലപ്പോഴൊക്കെ ഉണ്ടാക്കുന്നവരാണ് സ്ഥിരം. പ്രാർത്ഥിക്കുന്നു. നീ എന്നെ പഠിപ്പിച്ചോണ്ടല്ലേ, ഞാൻ ഇവിടെ പറഞ്ഞില്ലേ, എന്നെ നീ ഒരു വട്ടം പഠിപ്പിക്കണം. എനിക്കിത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. പിന്നെ എടി ഇപ്പൊ എനിക്ക് ട്രിക്ക് കിട്ടി. സംഭവം നീ എന്ത് കറിയുടെയും ആദ്യം ഉള്ളിയും തക്കാളിയും വാരിയും അതെനിക്ക് പറ്റണ്ടായിരുന്നോ? ഹായ് വാണ് ജിംബലക്കാ ഈ അല്ല ഹബീബി എടുക്ക് സിനിമ കാണാം. ഞാൻ കണ്ടോണ്ടിരുന്ന ആ പടം, ആ കട എടുത്ത് കളഞ്ഞിട്ട്